എല്ലാവർക്കും നമസ്കാരം. TVSRCയുടെ ലളിതാ സഹസ്രനാമ പഠന ക്ലാസ്സിലേക്ക് ആചാര്യനും ശ്രോതാക്കളായി എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ലളിതാ സഹസ്രനാമ ക്ലാസ് നയിക്കുന്ന ആചാര്യൻ ബ്രഹ്മശ്രീ കാലടി മാധവൻ നമ്പൂതിരി അവർക്ക് വിനീത സ്വാഗതം. തുടങ്ങാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപരമ്പരാഭ്യാം. ശ്രീലളിതാംബികായൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ക്ലാസ് എങ്ങനെയാണ്? ഏതാണ്ട് 10-13 പേരാണ് ക്ലാസ്സിൽ അറ്റൻഡ് ആയിട്ടുള്ളൂ. തുടങ്ങാമോ? തുടങ്ങിക്കോളൂ. കഴിഞ്ഞ ആഴ്ച വരാൻ സാധിച്ചില്ല, സുഖമില്ലായിരുന്നു, ജലദോഷവും നല്ല ചുമയായിരുന്നു, അതുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത്. എങ്കിലും അത്യാവശ്യം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതിനെക്കുറിച്ചൊരു ഓർമ്മിക്കലും ഓർമ്മപ്പെടുത്തലും ചൊല്ലലൊക്കെ ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇരുപത് ശ്ലോകം വരെയാണ് നമ്മൾ എടുത്തു കഴിഞ്ഞത്. മഹാലാവണ്യശേവധി എന്നുവരെയുള്ള മന്ത്രം മഹാലാവണ്യം കൊണ്ട്, മഹാസൗന്ദര്യം കൊണ്ട് പ്രകാശിക്കുന്നവളാണ്. അങ്ങനെ മഹത്തായ സൗന്ദര്യത്തിന്റെ നിധിയാണ് അമ്മ. നിധി നമുക്ക് കണ്ടെത്തേണ്ടി വരും. നിധിയാണ് അമ്മ. അപ്പൊ മഹാസൗന്ദര്യം, ഇപ്പൊ ഉള്ളതൊക്കെ നമുക്ക് കാണുന്ന സൗന്ദര്യങ്ങളൊക്കെ നമുക്ക് വളരെ വലുതാണ്. എത്രയൊക്കെ സൗന്ദര്യമില്ലെങ്കിലും നമുക്ക് നമ്മുടേതായ സൗന്ദര്യം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അതുപോലെ എല്ലാത്തിലും സൗന്ദര്യം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഏത് ദുഷ്ട മനസ്സുകൾ പോലും. ഒരു പൂവ് വിടർന്നു നിൽക്കുമ്പോൾ ഒരു കലാകാരൻ അത് വരയ്ക്കും. ഒരു പൂജ കഴിക്കുന്ന, ഈശ്വര പ്രാർത്ഥന ചെയ്യുന്ന ഒരു വ്യക്തി അത് പതുക്കെ വേദന എടുക്കാതെ പറിച്ച് ഭഗവാന് സമർപ്പിക്കും. ചിലർ കവിത എഴുതും. ചില ദുഷ്ട മനസ്സുകള് അത് വെറുതെ എടുത്തിങ്ങനെ പൊട്ടിച്ച് നിലത്ത് ഉടച്ചു കളയും. ഓരോന്നിനും അവനവൻ കാണുന്ന മനോഭാവം. സൗന്ദര്യം ശരിക്ക് മനസ്സിന്റെയാണ്. നമുക്ക് ഇഷ്ടപ്പെടുക. നമ്മൾ പഠിക്കുന്ന ലളിതാ സഹസ്രനാമത്തിന്റെ ദേവത ത്രിപുര സുന്ദരിയാണ്. 3 പുരങ്ങൾക്കും, 3 പുരം എന്നൊക്കെ പറയുന്ന ഒരുപാട് വ്യാഖ്യാനത്തിലേക്കൊക്കെ പോകേണ്ടി വരും. ഭൂർലോകം, ഭുവർലോകം, സ്വർലോകം എന്ന് പറയുന്ന 3 ത്രിഭുവനേശ്വരി. ത്രിഭുവനങ്ങൾക്കും ത്രിഭുവനങ്ങളെയും നോക്കിയാലും അതില് ഏറ്റവും സുന്ദരി അമ്മയാണ്, ലളിതാ പരമേശ്വരിയാണ്. ത്രിപുരങ്ങളിലും സുന്ദരിയാണ്. അങ്ങനെ എല്ലാത്തിനും സുന്ദരി എന്നാണ് അമ്മയ്ക്ക്. പ്രത്യേകിച്ച് സുന്ദരി എന്ന് പറഞ്ഞാൽ ത്രിപുര സുന്ദരി എന്നാണ് ഉപാസകർക്ക് മനസ്സിലാവുക. ആ സുന്ദരി എന്ന് പറയുന്നത് സൗന്ദര്യത്തിന്റെ നിധിയാണ്. അപ്പൊ ഈ കാണുന്നതൊന്നും നമ്മൾ കണ്ടെത്തിയതല്ല, നമ്മൾ കാണുന്നു. അതൊന്നും സൗന്ദര്യമല്ല. സൗന്ദര്യം എന്ന് പറയുന്നത് കണ്ടെത്തേണ്ടതാണ് എന്നിവിടെ നമ്മളെ ദ്യോതിപ്പിക്കുക. അമ്മയുടെ സൗന്ദര്യം കണ്ടാൽ പിന്നെ മറ്റൊന്നിലേക്കും നമ്മുടെ മനസ്സ് പോവില്ല. സ്വാനുഭവമാണ് ഗുരു എന്ന് പറയാറുണ്ട്. എത്രയൊക്കെ ലളിതാ സഹസ്രനാമം നമ്മൾ ജപിച്ചാലും, ഗായത്രി ജപിച്ചാലും, പഞ്ചാക്ഷരം ജപിച്ചാലും അതൊരു കുറച്ച് കഴിയുമ്പോൾ, ആദ്യമൊക്കെ വലിയ ഇഷ്ടത്തോടു കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് ജപിച്ചാലും കുറെ കഴിയുമ്പോൾ അത് പൂജയായാലും ഏത് കർമ്മമായാലും
അതിനോടൊരു ആലസ്യം, ഒരു മടുപ്പ്, അത് വരാതിരിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഉപാസനയിൽ അനുഭവം ഉണ്ടാവണം. അതിൻ്റെതായ സൗന്ദര്യം എന്ന് പറയുന്നത് വെറും ശരീരത്തിന്റെ മാത്രമല്ല സൗന്ദര്യം. ഇപ്പൊ ശബ്ദ സൗന്ദര്യം എന്നൊക്കെ പറയാറുണ്ട്. ശബ്ദത്തിനൊരു സൗന്ദര്യമുണ്ട്, ശരീരത്തിന് സൗന്ദര്യമുണ്ട്, അല്ലെ? സംസാരത്തിന് സൗന്ദര്യം ഉള്ളപ്പോഴാണ് നമ്മൾ നല്ല ശബ്ദമാധുരി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ സൗന്ദര്യമുണ്ട്. പക്ഷെ അതെല്ലാം അനുഭവിക്കുമ്പോഴാണ് അത് സൗന്ദര്യം ഉണ്ട് എന്ന് മനസ്സിലാവാം. ഈശ്വരീയമായിട്ടുള്ള ത്രിപുരസുന്ദരി എന്നുള്ള ഭാവത്തെ അന്വേഷിച്ചു പോകുന്ന ഒരു സാധകൻ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഓരോ സ്ഥൂലപരമായിട്ടും സൂക്ഷ്മപരമായിട്ടും അതിൻ്റെ ഉപരി കാരണപരമായിട്ടും ഒക്കെ പരാപരമൊക്കെ ആയിട്ടുള്ള ആ ഒരു നിധിയെ അന്വേഷിച്ച് പോകുമ്പോൾ അതാണ് നമ്മുടെ മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്നതായ സൗന്ദര്യത്തിന്റെ നിധി എന്ന് മനസ്സിലാവും. കുഴിച്ചു പോണം മനസ്സിന്റെ അങ്ങേ അറ്റത്തേക്ക്. ഓരോരുത്തരുടെയും സൗന്ദര്യബോധം വേറെ വേറെയാണ്. അതുകൊണ്ട് തന്നെ അനവധി കോടി ദേവന്മാരുണ്ട്. ഇപ്പൊ കൃഷ്ണന്റെ സൗന്ദര്യമല്ല ശിവന്റെ സൗന്ദര്യം. ഓരോ ഭക്തന്മാർക്കും അതിൽ സൗന്ദര്യം കണ്ടെത്താണ്. എങ്കിൽ ഈ സൗന്ദര്യത്തിനൊക്കെ ആധാരം എന്ന് പറയുന്നത് ഏത് ദേവീ ദേവന്മാർക്കായാലും മനുഷ്യർക്കായാലും ഗന്ധർവന്മാർക്ക്, അസുരന്മാർക്കായാലും കിന്നരന്മാർക്കായാലും ഏത് തലത്തിലുള്ളവർക്കും സൗന്ദര്യം എന്നൊരു സംഗതി മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, ആകർഷിക്കുന്ന രീതിയിൽ സൗന്ദര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനം അമ്മയാണ്. ആ നിധിയിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശവർഷം കൊണ്ട്, സൗന്ദര്യത്തിന്റെ പ്രകാശം കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവനും സൗന്ദര്യമായി നിൽക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാ സൗന്ദര്യത്തിന്റെയും മഹത്തായ ലാവണ്യം സൗന്ദര്യം, അതിന്റെ ശേവധിയാണമ്മ, നിധിയാണമ്മ എന്ന് മനസ്സിലാക്കണം. ഇത് നമുക്ക് സ്ഥൂലപരമായിട്ടുള്ള ഒരു സങ്കല്പമാണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത് കൊണ്ട് അമ്മയുടെ പാദം വരെ, പാദത്തിന്റെ നഖം വരെ, അമ്മയുടെ പാദസരം, അമ്മ നടക്കുന്ന രീതി, ഇതെല്ലാം നമ്മൾ പറഞ്ഞ് അവസാനം പൂർണ്ണമായിട്ടും ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ എവിടെ തൊട്ടാണ് കിരീടം മുതൽ താഴെ വരെയുള്ള എല്ലാ തരത്തിലുള്ള ഉപമകളെ വെച്ചിട്ട് വശിന്യാദി വാഗ്ദേവതമാർ ഇനി പറയാൻ വാക്കുകൾ ഇല്ലാത്തത് കൊണ്ടാവാം മഹാലാവണ്യശേവധി, എല്ലാ സൗന്ദര്യത്തിന്റെയും നിധിയാണമ്മ എന്ന് പറഞ്ഞു വെച്ചു. 48 വരെയുള്ള മന്ത്രങ്ങൾ, 49 മുതൽ 54 വരെയുള്ള മന്ത്രങ്ങളാണ് 21ാമത്തെ ശ്ലോകത്തിലുള്ളത്. അത് നമുക്ക് ആരംഭിക്കാം. എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നത് പോലെ അതിന്റെ സന്ധി നിയമങ്ങള്, അക്ഷരങ്ങള്, ഇതൊക്കെ ശ്രദ്ധിക്കണം. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഓരോ ശ്ലോകങ്ങളും പ്രത്യേകം പറയാൻ കാരണം. സർവാരുണാനവദ്യാംഗീ സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീനവല്ലഭ. 49 മുതൽ 54 വരെയുള്ള മന്ത്രങ്ങൾ ആ ശ്ലോകത്തിലുണ്ട്. ഇവിടെ പുസ്തകത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥത്തിൽ നോക്കുമ്പോൾ സർവാരുണ എന്ന് കഴിഞ്ഞിട്ട് ഒരു എഫ് പോലെയുള്ള ഒരു ചിഹ്നം കണ്ടിട്ടുണ്ടാവും. അതെന്തിനാണ് എന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ദീർഘിക്കണം, കുറച്ചും കൂടെ ഒരു ദീർഘവും കൂടെ വേണം, ഒരു മാത്ര ദീർഘവും കൂടെ ആവശ്യമുണ്ട് എന്ന് കാണിക്കാനാണ്. ഇനി കുറച്ചും കൂടെ ദീർഘിപ്പിക്കണമെങ്കിൽ 2 എഫ് പോലെ കാണാം. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താണോ ആ ഒരു ചിഹ്നത്തിന് മുമ്പുള്ള ആ പദത്തിന്റെ അവസാനം വരുന്ന സ്വരം, അത് കുറച്ചും കൂടെ 1 മാത്ര 2 മാത്ര ദീർഘമായിട്ട് ചൊല്ലണം എന്നാണ്. കാരണം അവിടെ ഒരു വാക്ക് ചേർത്താൽ വൃത്തഭംഗം വരും. ചേർക്കാനും പാടില്ല, എന്നാൽ ദീർഘമായിട്ട് ചൊല്ലണം എന്ന് വരുമ്പോഴാണ് ഇപ്പൊ സർവാരുണ എന്നാണ് അമ്മയുടെ അവിടുത്തെ ആദ്യത്തെ നാമം. അതിന് ദീർഘാണ്, സർവാരുണ എന്നാണ്. അടുത്ത മന്ത്രം അനവദ്യാംഗി.
അപ്പൊ ആ എന്ന് വന്ന് നിന്നതിന് ശേഷം വീണ്ടും ഒരു ആയാണ്. അപ്പൊ 3 ആ ഉണ്ട്. അപ്പൊ ആ ദീർഘം എങ്ങനെ പറയും? ഇപ്പൊ സർവാരുണ എന്നുള്ളത് ദീർഘമായിട്ട് പറഞ്ഞുകൊണ്ട് അനവദ്യാംഗി ആ അകാരം ദ്യോതിക്കണം. അങ്ങനെ ചൊല്ലാൻ വേണ്ടിയിട്ടാണ് സംസ്കൃതത്തില് ആ ഒരു ചിഹ്നം ഉള്ളത്. അപ്പൊ എങ്ങനെ ചൊല്ലും? സർവാരുണ എന്നാണ് അമ്മയുടെ അതിലെ ആദ്യത്തെ നാമം. അനവദ്യാംഗി എന്നുള്ളത് രണ്ടാമത്തെ നാമം. അപ്പൊ ഒരുമിച്ച് ചൊല്ലുമ്പോ സർവാരുണ അനവദ്യാംഗി എന്നുള്ളത് സർവാരുണാനവദ്യാംഗി, അല്ലാണ്ട് സർവാരുണാനവദ്യാംഗി എന്ന് പറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ ആ ചിഹ്നത്തിന്റെ ആവശ്യമില്ല. അപ്പൊ സർവാരുണാനവദ്യാംഗി, ഇത് അനവദ്യാംഗി എന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞില്ലെങ്കിലും സർവാരുണാനവദ്യാംഗി എന്ന് ദീർഘമായിട്ട് പറഞ്ഞാൽ ആ മന്ത്രത്തിന്റെ സ്പന്ദനം പൂർണ്ണമാവും. അപ്പൊ സർവാരുണ അനവദ്യാംഗി എന്ന് ചൊല്ലരുത്, അങ്ങനെ ചൊല്ലാറില്ല എന്ന് വിചാരിക്കുന്നു. ദകാരം ദയ എന്നുള്ളതിന്റെ ദായാണ്. ദ പ്ലസ് യ പ്ലസ് ആ ദ്യ ആണ്. അപ്പോ അനവദ്യ അനവദ്യ എന്ന് ചൊല്ലരുത്. പലരും ചൊല്ലി കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞതാണ്. അനവദ്യ അങ്കി എന്നുള്ളത് ഗകാരാണ്, ഗണപതിയുടെ ഗായാണ്. അതാണ് ഇങ്ങ കാ ചെയ്ത പങ്കായം അല്ലെങ്കിൽ പങ്കുവയ്ക്കൽ എന്ന് പറഞ്ഞ അതല്ല, ഗണപതിയുടെ ഇങ്കായാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ചൊല്ലുമ്പോൾ ഒന്നാണെന്ന് തോന്നിപ്പോകും, പക്ഷെ രണ്ടും രണ്ടാണ്. അനവദ്യാംഗിയാണ് ഗ എന്നുള്ള ആ അക്ഷരം നമ്മുടെ തൊണ്ടയിൽ നിന്ന് കണ്ഠത്തിൽ നിന്ന് വരണം. ഇപ്പൊ സർവാരുണ അനവദ്യാംഗി, സർവാരുണാനവദ്യാംഗി. അങ്കി എന്നുള്ളത് ദീർഘണ്ട്, ഈകാരാന്ത സ്ത്രീലിംഗാണ്. അമ്മയുടെ പേരാണ് പറയുന്നത്. ഇപ്പൊ സർവാരുണയാണ് അനവദ്യാംഗിയാണ് എന്ന് മലയാളത്തിൽ പറയുന്നതിന് സർവാരുണാനവദ്യാംഗി എന്ന് ചൊല്ലി പഠിക്കാം. പിന്നെ ഭൂഷിത, ആഭരണഭൂഷിത, സർവാഭരണഭൂഷിത, സർവ ആഭരണ ഭൂഷിത എന്നാണ്. പലരും ചൊല്ലുമ്പോ സർവാഭരണഭൂഷിത എന്ന് ചൊല്ലി കേട്ടിട്ടുണ്ട്. ഭരണഭൂഷിതയല്ല, ആഭരണഭൂഷിതയാണ്. സർവ ആഭരണ ഭൂഷിത, സർവ ആഭരണ ഭൂഷിത. സർവാഭരണം എന്നൊരു വാക്ക് തന്നെയാണ്, അത് സന്ധിയുടെ ഒന്നുമല്ല. എല്ലാ ആഭരണങ്ങൾ എന്ന് പറയുന്നത് സർവാഭരണം. രണ്ട് വാക്കാണെങ്കിൽ അവിടെ വ്യത്യാസം വന്നേ. സർവ എന്നൊരു വാക്കല്ല, അവിടെ സർവാഭരണം കൊണ്ട് ഭൂഷിതയാണ്. അർത്ഥം ഞാൻ പിന്നെ പറയാം. സർവാഭരണ ഭൂഷിത. അവിടെ ഭ എന്നുള്ള വാക്ക് സർവ ആഭരണം എന്ന് പറയുന്നവർ, സർവ ആഭരണം എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല, ഭ ആണ്. ഭരണി, ഭയം, ഭീതി എന്ന് പറയുന്ന ഭ, അഭയം എന്ന് പറയുന്ന ഭ. അവിടെ പായോ ഭായോ ബായോ മായോ അല്ല, ഘോഷമാണ്. തൊണ്ടയിൽ നിന്ന് വരണം, ഭ എന്ന് വരണം. അത് നിങ്ങൾ ചൊല്ലി പഠിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ടൊന്ന് ചൊല്ലി നോക്കുക. നിങ്ങളുടെ ചുണ്ട്, നിങ്ങളുടെ പല്ല്, നാവ്, തൊണ്ട എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ പ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചുണ്ട് എത്രമാത്രം സ്ട്രെസ് ഉണ്ട്, എവിടെ നിന്നാണ് ആ ശബ്ദം വരുന്നത്. ശബ്ദമൊക്കെ തൊണ്ടയിൽ നിന്നാണ് വരുന്നത്. അടുത്ത് ഫ എന്ന് വരുന്ന സമയത്ത് ചുണ്ടുകൾ ഒന്ന് അകത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ട് വേണം പുറത്തേക്ക് വരാൻ, അപ്പോഴേ ആ അക്ഷരം വരുള്ളൂ. മറ്റത് ചുണ്ട് വളയാതെ തന്നെ ചുണ്ടിന് നന്നായിട്ട് അടുപ്പിച്ചുകൊണ്ട് തൊണ്ടയിൽ നിന്ന് വരണം, ഭ എന്ന് വരും. ആ ഭായാണ് ഇവിടെ ആഭരണത്തിന്റെയും ഭൂഷിത എന്നുള്ളതിന്റെയും ഭകാരം. ഇങ്ങനെ പറയാൻ കാരണം ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ അതൊന്നും പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ട് എന്തൊക്കെയോ ചൊല്ലുകയാണ് സംസ്കൃതത്തില്. മറ്റു ഭാഷയിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, സംസ്കൃതത്തെ നശിപ്പിക്കരുത്. ഇപ്പൊ സർവ ആഭരണ ഭൂഷിത, ആഭരണ ഭൂഷിത. ഭൂഷിയാണ്, താ ദീർഘാണ്. അപ്പൊ സർവാരുണാനവദ്യാംഗി, സർവാഭരണഭൂഷിത. അതാണ് ആദ്യത്തെ വരി. അപ്പൊ 3 മന്ത്രമായി. ശിവകാമേശ്വരാംഗസ്ഥ. അവിടെ സ്ഥയാണ്, സ്ത അല്ല. തിഷ്ഠ എന്ന് പറയുന്നതിന്റെ ലകാരം പോലെ എഴുതുന്ന ധ, ത, ഥ. തകാരം കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ ഖരം, അതിഖരം എന്നൊക്കെ പറയുന്ന ധ. ആ ധായോടുകൂടി സ ചേർത്തിട്ടാണ് സ്ഥ, തിഷ്ഠ എന്നർത്ഥം.
അവിടെ സ്ഥ എന്നുള്ളതാണ്. എന്താണ്? അംഗസ്ഥ. ആ അംഗ എന്നുള്ളത് ഗണപതിയുടെ അല്ല, അഹങ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. പ്ലസ് കെ പ്ലസ് ആ എന്ന് തൊണ്ടയിലേക്ക് പോവാതെ തൊണ്ടയ്ക്ക് മുന്നോട്ട് വന്നിട്ട് അവിടെ നിന്നാണ് ആ ശബ്ദം വരിക. എന്ന് വരിക. കകാരമാണ് വരേണ്ടത്. ഒപ്പം അതിന് തൊട്ട് മുമ്പ് എന്ന് ചേർക്കുന്നുണ്ട് എന്ന് വരണം. അപ്പൊ അതുകൊണ്ട് അംഗസ്ഥ, അസ്ഥ എന്ന് തന്നെ അംഗസ്ഥായാവരുത്, അംഗസ്ഥായാവരുത്, അംഗസ്ഥ അതും ആവാൻ പാടില്ല. അംഗസ്ഥ. അപ്പോ സ്ഥ, അംഗസ്ഥ, കാമേശ്വരാംഗസ്ഥ, ശിവകാമേശ്വരാംഗസ്ഥ, ശിവ കാമേശ്വര അംഗസ്ഥ. ഇത്രയും പദങ്ങൾ ചേർന്ന ഒരൊറ്റ മന്ത്രമാണത്. ശിവകാമേശ്വരാംഗസ്ഥ, ശിവകാമേശ്വര അംഗസ്ഥ, ശിവകാമേശ്വര അംഗസ്ഥ. അവിടെ ശിവകാമേശ്വര എന്ന് അകാരാണ്. അംഗത്തിന്റെ ആ അത് ചേർത്താണ് ശിവകാമേശ്വര. കുറച്ചൊരു ദീർഘം ആവശ്യമാണ്. ശിവകാമേശ്വര അംഗസ്ഥ. 1, 2, 3, 4 മന്ത്രമായി. പിന്നെ അഞ്ചാമത്തെ ശിവ. അത് എല്ലാവരും തെറ്റിക്കുക, സി എന്ന് ചൊല്ലാതിരുന്നാൽ മതി. തമിഴിലേക്കൊക്കെ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് വരിക. നമ്മുടെ മലയാളത്തിൽ അത്ര പ്രശ്നമില്ല. അപ്പൊ ശിവ ആ ദീർഘാണ്. ശിവ പോരാ, ശിവ എന്ന് പറഞ്ഞു. പിന്നെന്താ? സ്വാധീന വല്ലഭ. അവിടെ ശ്രദ്ധിക്കേണ്ടതും ഭകാരം ശ്രദ്ധിക്കണം. പിന്നെ സ്വാധീനമാണ്. സ്വാധീനമോ 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 അല്ല, ധനം, ധൈര്യം എന്നുള്ളതിന്റെ നകാരം മറച്ചിട്ടുള്ള എന്നത് പറയാൻ കാരണം ശരിക്കും ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊന്നും പറഞ്ഞു തന്നുകൂടാ ശരിക്ക്. അപ്പൊ സ്വാ, സ് പ്ലസ് വ് പ്ലസ് ആയാണ് സ്വാധീന വല്ലഭ. അപ്പൊ 2 പദങ്ങളാണ്. വല്ലഭ, സ്വാധീന വല്ലഭ. അങ്ങനെ 6 മന്ത്രം. സർവാരുണ, അനവദ്യാംഗി, സർവാഭരണഭൂഷിത, ശിവകാമേശ്വരാംഗസ്ഥ, ശിവ സ്വാധീന വല്ലഭ. ഇങ്ങനെ 6 മന്ത്രങ്ങൾ ചേർന്ന് 49 മുതൽ 54 വരെയുള്ള മന്ത്രങ്ങൾ ചേർന്ന ശ്ലോകമാണ് 21ാമത്തെ ശ്ലോകം. അപ്പൊ അമ്മയെ കുറിച്ച് മഹാലാവണ്യ ശേവധി എന്ന് പറഞ്ഞു അല്ലെ. അമ്മ ചിതഗ്നി കൊണ്ട് സംഭൂതയായി ദേവന്മാർക്ക് വേണ്ടിയിട്ട് ദേവകാര്യ സമുദ്രതയായി ഉദിച്ചുയരുന്ന 1000 സൂര്യന്മാരുടെ ശോഭയോടുകൂടി എന്നൊക്കെ നമ്മൾ കണ്ടിട്ട് പാശവും അങ്കുശവും കരിമ്പുവില്ലും പഞ്ചതന്മാത്ര സായക ഉയർന്നു വന്ന അമ്മയുടെ കിരീടം തൊട്ട് പറഞ്ഞു ഓരോരോ അംഗപ്രത്യംഗങ്ങളിലെ ഉപമിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എല്ലാവർക്കും ആ ഒരു ഭാവത്തിലേക്ക് എന്തിനെയാണോ ഉപമിക്കുന്നത് അതല്ല അമ്മയുടെ ആകൃതിയും അതിന്റെ സൗന്ദര്യവും. ഏകദേശം ഉപമിക്കാൻ പറ്റുന്ന പ്രകൃതിയിലെ ഓരോരോ കാര്യങ്ങളെ പറഞ്ഞു എന്നല്ലാതെ അത് ശരിക്കും അറിയണം എന്നുണ്ടെങ്കിൽ, ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് അറിയണ്ടെങ്കിൽ മഹാലാവണ്യശേവധി അതിന്റെ നിധിയാണ്. തേടി തന്നെ പോകേണ്ടി വരും. എത്ര 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 ശ്രമിച്ചാലും ഇതൊക്കെ കിട്ടിയെന്ന് വരില്ല. താണ് പോവും. അവിടെയാണ് ഉപാസനയുടെ ബലം കൊണ്ട്, ഭക്തിയുടെ പ്രേമം കൊണ്ട്, ഭക്തപരാധീനോഹം. ഭഗവാൻ പറഞ്ഞ ഭക്തന് പരാധീന, ഞാൻ ഭക്തന്റെ കാൽക്കീഴിലാണ് ഞാൻ. അതുകൊണ്ട് ഭക്തനായി തീരെ, ഭക്തിയോട് കൂടിയിട്ട് വേണം ജപിക്കാൻ. അല്ലാതെ വെറുതെ ഒരു ശ്ലോകം ചൊല്ലുന്നത് പോലെ അല്ലെങ്കിൽ ഒരു മന്ത്രം ചൊല്ലി സിദ്ധി വരുത്തുന്നത് പോലെയൊക്കെ ചൊല്ലിയാൽ അമ്മയുടെ സൗന്ദര്യം അറിയാൻ പറ്റില്ല. ഈ ചതുർബാഹു സമന്വിത എന്ന് പറയുന്നതിന്റെ നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതും വ്യാഖ്യാനിച്ചതുമായിട്ടൊന്നും ആയിരിക്കില്ല അവിടെ. നമ്മൾ ചിന്തിക്കുന്നത് ഈ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളില് ഒരു വലിയ ബ്രഹ്മാണ്ടത്തില് ഒരു പൊട്ടിപ്പട്ടലം പോലെയുള്ള ഒരു ചെറിയൊരു അണു പോലെയുള്ള ഭൂമിയിൽ ഇരിക്കുന്ന അതിലും അണോരണിയാൻ അല്ലെ, അണുവിലും അണുവായിട്ടിരിക്കുന്ന ഒരു ചെറിയ ജീവനാണ് ഇത് ചിന്തിക്കുന്ന ഓർക്കണം. ഇത് അതിന്റെ ഉയർന്നു വന്ന ഭൂമിയോളം വലുതായി, ഈ ഭൂമി നിൽക്കുന്ന ബ്രഹ്മാണ്ടത്തോളം വലുതായി, അങ്ങനെയുള്ള കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾക്കും അതീതമായ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടേശ്വരി ആയിരിക്കുന്ന അമ്മയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് വശിന്യാദി വാഗ്ദേവതമാരും നമുക്ക് വേണ്ടി പറഞ്ഞു തന്നാണ്. അമ്മ ഇങ്ങനെയാണ്, വന്നു കാണൂ. അത് കാണുവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മനസ്സിനനുസരിച്ച്, ശരീരത്തിന്റെ ശക്തി അനുസരിച്ച് നമുക്ക്
മനസ്സിലാക്കുവാൻ പറ്റുന്ന ചില ഉപമകൾ മാത്രമാണ് ഇതുവരെ അമ്മയുടെ ഓരോരോ സൗന്ദര്യം. അപ്പൊ എന്നാൽ തന്നെയും എന്നിട്ട് പറയാണ്, ഇത് കണ്ടെത്തേണ്ടതാണ്, ഇങ്ങനെയൊക്കെയാണ് അമ്മയുടെ ആകൃതി, സൗന്ദര്യം. എന്നിട്ട് ഇത്രയെല്ലാം പറഞ്ഞ് മഹാലാവണ്യ ശേവധിയാണ് എന്ന് പറഞ്ഞിട്ട് പശുന്യാദി വാഗ്ദേവതമാർ 21-ാമത്തെ ശ്ലോകത്തില് ആദ്യത്തെ മന്ത്രത്തിൽ പറയുന്നു, സർവാരുണ. സർവം എന്ന് നമുക്കറിയാം, എല്ലാം. അരുണ എന്ന് വെച്ചാൽ ചുമപ്പ് എന്നർത്ഥം, അരുണ നിറം, അല്ലെ? അരുണാം കരുണാതരംഗിതാക്ഷി നമ്മൾ പഠിച്ചതാണ്. എല്ലാ സൗന്ദര്യത്തിന്റെ നിധിയാണെന്ന് പറഞ്ഞ് വീണ്ടും അമ്മമാര് പറയാണ്, മുഴുവൻ ചുമപ്പാ. മുഴുവൻ ചുമപ്പെന്ന് ഉടുത്തിരിക്കുന്നത് ചുവന്ന പട്ടാണ്. അമ്മയുടെ ശരീരത്തിന്റെ നിറം ചുമപ്പാണ്. ചുമ എന്നാണ്, മുഴുവനും ചുമപ്പാണ്. ആ ചുമപ്പില്ലായിരുന്നെങ്കിൽ നമുക്ക് അമ്മയെ അറിയാൻ പറ്റില്ല. കാരണം രജോ ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ പ്രകടീകൃതമാവാൻ സാധിക്കൂ. സത്വഗുണ പ്രധാനമാണ് അമ്മെങ്കിലും അമ്മ രജോ ഗുണഭാവത്തിലേക്ക് നമുക്ക് ദർശനം തരാൻ വന്നാൽ മാത്രമേ ഈ ചുമന്ന നിറം ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പൊ സർവാരുണ, പരിപൂർണമായിട്ടും ചുമന്ന ദേവിയാണ് അമ്മ. നമുക്കറിയാം, ചിദഗ്നികുണ്ഡ സംഭൂത എന്ന് പറഞ്ഞ ലളിതോപാഖ്യാനത്തിൽ പറയുന്നു, ആദ്യം ഇങ്ങനെ ഉയർന്നു വന്ന സമയത്ത് വലിയൊരു ജ്യോതിസാണ് ഉയർന്നു വന്നത്, ദേവന്മാര് കണ്ടത്. അങ്ങനെ ഉയർന്നു വന്ന ദേവിയുടെ മാലകളാണെങ്കിലും കമ്മലാണെങ്കിലും മറ്റെന്ത് കുറിക്കൂട്ടുകളാണെങ്കിലും എല്ലാം ചുമന്നതാണ്. ആ ചുമന്ന ദേവി എന്ന് പറയുന്നതിന് സൗന്ദര്യലഹരിയിലൊക്കെ പറയുന്നു, ശിവന്റെ നിറം സ്ഫടിക നിറമാണ്, സ്ഫടിക രചത വർണ്ണം എന്ന് പറയുന്നില്ലേ. സ്ഫടികം എന്ന് വെച്ചാൽ ഉള്ളിങ്ങനെ കാണാം, അല്ലെ? സ്ഫടികത്തിന്റെ ഉള്ളു കാണാം, പക്ഷെ വെളുത്ത നിറമാണ്, ശുദ്ധ സ്ഫടികം. അങ്ങനെയാണ്. ആ ശിവമഞ്ചത്തിലാണ് അമ്മയുടെ ഇരിപ്പ്. അതൊരു സങ്കല്പം പോലെ, കവിസങ്കല്പം പോലെ എഴുതിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ പുറത്ത് ശിവനാകുന്ന മഞ്ചത്തിൽ അമ്മ കയറിയിരിക്കുമ്പോൾ അമ്മയുടെ ചുവപ്പ് രാശി ശിവന്റെ ആ സ്ഫടിക വർണ്ണത്തിലേക്ക് ലയിച്ച് ഒരു റോസ് കളർ പോലെ, താമരയുടെ നിറം പോലെ ആയി പോകുന്നു. ശിവൻ പ്രകാശവും ശിവ വിമർശവുമാണ് എന്നൊക്കെ, അതൊക്കെ വേദാന്തത്തിലേക്ക് പോണം. രജോ ഗുണത്താൽ മാത്രമേ ഈ പറയുന്ന ബഹുസ്യാം പ്രജായേയ, പലതായി ഭവിക്കട്ടെ എന്നുള്ള ചിന്ത ആ ശുദ്ധ ജ്ഞാന ഭാവമായിട്ടുള്ള ചിത്ത് എന്ന് പറയുന്ന പ്രപഞ്ച മനസ്സിന് തോന്നുള്ളൂ. അത് തോന്നാത്തൊരു സമയം നമുക്കുണ്ട്. ഒന്നും തോന്നാതിരിക്കുന്ന സമയമൊക്കെ, നിമിഷങ്ങളൊക്കെ നമുക്കുണ്ടാവാറുണ്ട്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം ആ പ്രപഞ്ച മനസ്സില് ഒരു ആഗ്രഹം ജനിക്കണം. അതിൽ നിന്ന് സൃഷ്ടി ഉണ്ടാവും. സൃഷ്ടി കുറച്ച് നിലനിൽക്കും, അത് കുറച്ച് ഇല്ലാതെയാവും. ഇതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം. അങ്ങനെയുള്ളതിന് ആദ്യം വേണ്ടത് ഒരു പുറപ്പെടലാണ്, രജോ ഗുണാണ്. അതുകൊണ്ട് അമ്മയുടെ നിറം സമ്പൂർണമായിട്ടും സർവാരുണമാണ്. എന്നിട്ടും മതിയാവാതെ പറയുന്നു, അനവദ്യാംഗി. അമ്മയുടെ ഒരു അവയവത്തിന് പോലും അല്പം പോലും കോട്ടമില്ല. അനവദ്യമായ അംഗത്തോട് കൂടിയവളാണ്. ഒരു കോട്ടവും സംഭവിക്കാത്ത അവയവത്തോട് കൂടിയവളാണ്. അതായത് എന്താണോ അംഗലക്ഷണ തിലകം എന്നൊക്കെ പറയുന്ന നമ്മൾ സാധാരണ മനുഷ്യന്റെ പറയുന്ന അതൊരു ദേവഭാവത്തിന്റെ, ദേവീഭാവത്തിന്റെ സമ്പൂർണമായിട്ടും പറയുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അമ്മയിൽ നിന്നുണ്ടായതാണെങ്കിലും അത് പരിപൂർണമാണ് അമ്മയ്ക്ക്. നമ്മളിതെല്ലാം ആദ്യം തൊട്ടേ ഓരോ ഭാഗവും ഇങ്ങനെ പറഞ്ഞു വന്ന് എല്ലാം പറഞ്ഞു. എന്നിട്ടോ അമ്മ സൗന്ദര്യത്തിന്റെ തിടമ്പാണ്, സൗന്ദര്യ നിധിയാണെന്ന് പറഞ്ഞു. മുഴുവനും ചുമപ്പാണ്. ഒരംഗത്തിന് പോലും അല്പം പോലും ഒരു കുറവില്ല. നമുക്കൊക്കെ ശരീരത്തെ ശ്രദ്ധിച്ചറിയാം, നല്ല സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടാവും. അത് നമ്മുടേതായിട്ടുള്ള സൃഷ്ടി സമയത്ത് അല്ലെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും മാനസിക സങ്കല്പത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു സൗന്ദര്യം, അച്ഛന്റെയും അമ്മയുടെയും സൗന്ദര്യം, അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവം, അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ ആ DNA ആണ് മക്കളിലൂടെ വരിക. ഇത് അമ്മ ജനിച്ചിട്ടേ ഇല്ല, അയോനിജയാണ് അമ്മ. ആ അമ്മയാണ് പ്രപഞ്ചത്തിന്റെ സൗന്ദര്യത്തിന്റെ നിധി. അവിടെ ഒരു കോട്ടവും ഇല്ല. അതിൽ നിന്ന് സൃഷ്ടി വന്ന് നിലനിന്ന് സംഹരിച്ച് വീണ്ടും സൃഷ്ടി വരുമ്പോൾ ആ ഒരു യാത്രയിൽ ഉണ്ടാവുന്ന കോട്ടവും കുറവുകളൊക്കെയാണ് പിന്നീട് വരുന്ന ഓരോ ജീവജാലങ്ങളിലും കാണുന്നത്. അമ്മയ്ക്ക് അപ്പോഴും ഒരു കോട്ടവും ഇല്ല. അമ്മയിൽ നിന്ന് എത്ര
സൃഷ്ടി നടന്നാലും അല്ലെ, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ. പരിപൂർണമാണ് അമ്മ. അതിന് എത്ര പൂർണ്ണമായ സങ്കല്പം വന്നാലും ആ പൂർണ്ണതയ്ക്ക് ഒരു മാറ്റമില്ല. അതുകൊണ്ട് അമ്മ സർവാരുടെയാണ്, അനവദ്യാംഗിയാണ്, ഒരു അപൂർണതയും ഇല്ലാത്ത അംഗത്തോട് കൂടിയവളാണ്. അപ്പൊ ആ അംഗത്തിന് നമ്മളിപ്പോ കണ്ടത് എന്താണ്? 4 കൈയുള്ള അമ്മയാണ്. അത് എപ്പോഴാണ്? ഇന്ദ്രൻ ദേവാദികള് ഭണ്ഡാസുരിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി 1 യോജന വിസ്താരത്തിലുള്ള യാഗാഗ്നി ജ്വലിപ്പിക്കുന്ന കുണ്ടം കെട്ടി യാഗം ചെയ്ത് അവനവന്റെ സ്വന്തം ശരീരം പോലും അറുത്തു മുറിച്ച് ഹോമിക്കാൻ തുടങ്ങുന്ന സമർപ്പണ സമയത്താണ് ആ ചിതഗ്നി കുണ്ടത്തിൽ നിന്നും വീണ്ടും വേണ്ടവണ്ണം സംഭൂതയായി. അപ്പൊ അതിനു മുമ്പ് അമ്മയുണ്ട്. ആ അമ്മയുടെ ഭാവമൊക്കെയാണ് പിന്നീട് ശ്രീവിദ്യ ഉപാസനയിലൊക്കെ പഞ്ചദശയായിട്ടും ഷോഡശയായിട്ടും മഹാഷോഡശയായിട്ടും ഒക്കെ വലിയ രീതിയിൽ, ഒരു കൈയൊന്നുമല്ല 12 കൈകളും ഒക്കെ ആയിട്ടുള്ള വലിയ സങ്കല്പങ്ങളും പൂജകളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്തൊക്കെ ആയാലും അനവദ്യാംഗി എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവനും ഉള്ള ശരീരമാണ്. ഒരു സൗന്ദര്യത്തിന് ഒരു കോട്ടം പോലും തട്ടാത്ത രീതിയിൽ അംഗങ്ങൾ എങ്ങനെയാണോ ഈ പ്രപഞ്ചം കോടാനുകൂടി ബ്രഹ്മാണ്ടങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ച് നിരോധാനം ചെയ്ത് അനുഗ്രഹം കൊടുക്കുന്ന പഞ്ചകൃത്യങ്ങളും ചെയ്യുന്ന അമ്മയുടെ അതിനു വേണ്ടിയിട്ടുള്ള ആ സ്ഥൂല ശരീരത്തിന്റെ രജോഗുണ പ്രധാനമായിട്ടുള്ള ആ ഒരു അവതാരത്തിന്റെ ആ ഒരു തിടമ്പിന്, ശരീരത്തിന്, ആ അംഗങ്ങൾക്ക് ഒരു തരത്തിലുള്ള കുറവുകളുമില്ല. പിന്നീട് പലതരത്തിലുള്ള കുറവുകളും പലതരത്തിലുള്ള കൂടുതലുകളും വരുമ്പോഴാണ് ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും കാളിയായിട്ടും. അപ്പൊ അതില് കുറച്ച് കുറയും. എന്താണ്? കാളിയില് രജോഗുണം കൂടി കാളിയിൽ തമോ ഗുണം കൂടിയിട്ട് സത്വരജ ആ ഗുണങ്ങൾ കുറച്ച് കുറയും. ലക്ഷ്മിക്ക് വേറെ തരത്തിലാണ്, രജോ ഗുണം കൂടി നിൽക്കും. സരസ്വതിക്ക് സത്വഗുണം കൂടി നിൽക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ കൂടുതൽ കുറവുണ്ട്. എന്നാൽ ഇതെല്ലാം കൂടെ ചേർന്ന ഈ പ്രപഞ്ചത്തിന്റെ സമ്പൂർണമായ ഗുണങ്ങൾ, അതിപ്പോ അങ്കി എന്ന് പറഞ്ഞതുകൊണ്ട് സ്ഥൂല ശരീരം എന്ന അർത്ഥം എടുത്താൽ സ്ഥൂല ശരീരത്തിന്റെ സമ്പൂർണമായ ഭാവമാണ് ത്രിപുര സുന്ദരിക്ക് എന്ന് പറയുമ്പോൾ ആ സുന്ദരിയുടെ ഈ 4 കൈയാണോ, ഈ കണ്ട രൂപമാണോ എന്നൊക്കെ ഒരു സാധകൻ ചിന്തിച്ചിട്ട് പോവും. അത് അറിയണമെങ്കിൽ നിധിയാണമ്മ, അന്വേഷിച്ച് പോക തന്നെ വേണം. ആ അന്വേഷിക്കുന്നതിന്റെ പാതയാണ് ഈ ലളിതാ സഹസ്രനാമ സ്തോത്രമൊക്കെ. അമ്മയെക്കുറിച്ച് അല്പമെങ്കിലും ഒന്ന് പഠിച്ച് ഉപാസിച്ച് ശ്രീവിദ്യാ ഉപാസനയൊക്കെ ചെയ്ത് ആ ഒരു ഭക്തി മാർഗത്തിലൂടെ പോയി അവനവന് ആത്മസാക്ഷാത്കാരം വരണ സമയത്ത് മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനും മറ്റുള്ളവർക്ക് പൂർണ്ണ ബോധ്യത്തോടെ പറഞ്ഞു കൊടുക്കാനും സാധിക്കും. അതുവരെ ആചാര്യന്മാരും ഋഷിമാരും പറഞ്ഞു തന്ന ആ വ്യാഖ്യാനം നമുക്ക് പരസ്പരം പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീരാമേശ്വരവും സർ എത്രയോ നാളുകൾ കരഞ്ഞു അമ്മയുടെ മുമ്പിലിരുന്നു. എല്ലാം മറന്ന് സമ്പൂർണമായിട്ടും മരിച്ചു പോകുന്നുള്ള അവസ്ഥയിൽ കിടന്ന് കരഞ്ഞ് വിളിച്ചപ്പോഴാണ് ആ അമ്മയുടെ കൈകൾ നീട്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പ്രസാദം നിവേദ്യം വാങ്ങി കഴിച്ചത്. അതോടെ കാളി മാത്രമായ അദ്ദേഹത്തിന്റെ ചിന്ത. നമുക്ക് ആ കഥയിൽ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അനുഭവമാണ് വലുത്, സ്വാനുഭവമാണ് ഗുരു. ഞാനത് എപ്പോഴെപ്പോഴും പറയാൻ കാരണം നമുക്കിതിലെ ഓരോ മന്ത്രങ്ങളും നമുക്ക് കേൾക്കുമ്പോൾ സുഖമാണ്. അതൊക്കെ കേട്ട് ശരിയാവുമായിരിക്കും, അമ്മയെ കാണാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടകാലമൊക്കെ തീരുമായിരിക്കും വിചാരിച്ചിട്ടായിരിക്കും ചൊല്ലാം. പക്ഷെ ഇതിലെ ഒരു മന്ത്രം പോലും, ഏതെങ്കിലും ഒരു മന്ത്രം പോലും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ അമ്മയെ ശരിക്ക് മനസ്സിലാക്കാനുള്ള പൂർണ്ണമായ സമർപ്പണ മനോഭാവം വേണം. ആ മനസ്സ് ചെറിയ മനസ്സിൽ നിന്നും പ്രപഞ്ച മനസ്സായ ചിത്ത് എന്നുള്ള ഭാവത്തിലേക്ക് ഉയരുമ്പോഴേ ആ അഗ്നികുണ്ഡത്തിലെ അമ്മയെ ദർശിക്കാൻ സാധിക്കും. പുരാണത്തിലൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ ശരീരത്തിന്റെ പൂർണ്ണത അത് ഇങ്ങനെ ഒരു അനവദ്യാംഗി എന്നൊരു നാമത്തിലൂടെ പറയാം എന്നല്ലാതെ നിർവചിക്കാൻ അതിനെ പശന്യാദി വാഗ്ദേവതമാരും അത്രേ പറഞ്ഞിട്ടുള്ളൂ. വെറും അല്പനായിട്ടുള്ള ഞാനൊക്കെ അത് എങ്ങനെ വ്യാഖ്യാനിക്കും? പരമാവധി ഇങ്ങനെ പറയാം. പല പല ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളിലും ഒക്കെ പറഞ്ഞ ആ സൗന്ദര്യം വർണ്ണിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ എടുത്ത് വ്യാഖ്യാനിക്കാന്നല്ലാതെ അതാണോ എന്നറിയില്ല. സർവാരുണാനവദ്യാംഗി, പിന്നെ ഒന്നുകൂടെ പറയാം, സർവാഭരണഭൂഷിത. സ്ത്രീകൾക്ക് ഏറ്റവും വിശേഷമാണ് ആഭരണം ധരിക്കുക എന്നുള്ളത്, അല്ലെ?
കൂടുതൽ ഞാനെ കുറിച്ച് പറയണ്ട. ഭൂഷിതയാണ് അമ്മ, അലങ്കരിച്ചവളാണമ്മ. എന്തുകൊണ്ടാ? സർവാഭരണങ്ങളും. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഒരു സ്ത്രീക്ക്, ഒരു സ്ത്രീ ശരീരത്തിന് ധരിക്കാവുന്ന ആഭരണങ്ങളുണ്ടോ അത് മുഴുവനും ധരിച്ചിട്ടുണ്ട്. അത് പൂജയിലൊക്കെ വലിയ വലിയ പൂജയൊക്കെ ചെറുതാക്കിയിട്ട് ഏത് ദേവരെ പൂജിക്കുമ്പോഴും സർവ അക്ഷരങ്ങളൊക്കെ നമ്മൾ, അല്ലെങ്കിൽ സർവ അംഗേഭ്യോതമ, അവിടെ ഇന്ന അംഗം എന്നല്ല, സർവാംഗങ്ങൾക്കും നമസ്കാരമാണ്. എന്തെല്ലാം ആയുധങ്ങളാണ് അതിൽ സർവ ആയുധേഭ്യോതമ, പിന്നെ സർവഭൂഷണേഭ്യോതമ. അപ്പൊ അവിടെ പരിപൂർണമല്ല. വിഷ്ണുവിനെ പൂജിച്ചാലും ശിവനെ പൂജിച്ചാലും ആരെ പൂജിച്ചാലും പരിപൂർണമായ ഭാവത്തിലാണ് നമ്മുടെ പൂജകളൊക്കെ ഉള്ളത്. അതുപോലെ സർവാഭരണങ്ങളാലും ഭൂഷിതയായ ഒരംഗത്തിന് പോലും ഒരു അല്പം പോലും കോട്ടമില്ല എന്ന് പറയുമ്പോൾ ആ അംഗത്തെ വീണ്ടും സൗന്ദര്യപ്പെടുത്തുന്നതാണല്ലോ ആഭരണം. ശരീരത്തിന് പൊതുവെ പരിപൂർണ സൗന്ദര്യം ഉണ്ടെങ്കിലും ആ സൗന്ദര്യത്തെ മാറ്റുകൂട്ടുന്നതാണ് ആഭരണധാരണം, അല്ലെ? അത് ദേവിയുടെ ചതുഷ്ഷഷ്ടി ഉപചാരങ്ങൾ പറഞ്ഞ സമയത്ത് 64 ഉപചാരങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ചെയ്യണം എന്നാണ്. അത് വരുന്നുണ്ട്. ചതുഷ്ഷഷ്ടുപചാരാഢ്യ എന്ന് വരുമ്പോൾ നമുക്കത് എടുക്കാം. അമ്മ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങള്, അതിന്റെ ഓരോ പേരുകള്, ഇതൊക്കെ അത് പറയുന്നത് അമ്മയുടെ അടുപ്പം ഉണ്ടാവാനാണ്. ഇതൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. നമുക്ക് എത്രയോ ആഭരണം, എത്രയോ ജ്വല്ലറികളുണ്ട്, എന്തോ പുതിയ 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 മോഡലുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ മുമ്പ്, എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ, പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിൽ തന്നെ പറഞ്ഞു വെച്ചു, ആഭരണം അങ്ങനെയുണ്ട്. സർവാഭരണങ്ങളും അണിഞ്ഞവളാണ് അമ്മ. ഒരു കോട്ടവുമില്ലാത്ത അംഗങ്ങളാണ്, അംഗപ്രത്യംഗങ്ങളാണ്. അതുപോലെ മുഴുവനും ചുവന്ന നിറമാണ്, എല്ലാ സൗന്ദര്യത്തിന്റെയും നിധിയാണ്. അപ്പൊ ശരീരത്തെ കുറിച്ച് പൊതുവായിട്ടുള്ള ലക്ഷണങ്ങളാണ് പറയുന്നത്. ഇപ്പൊ സർവാരുണാനവദ്യാംഗി സർവാഭരണഭൂഷിത എന്നിട്ട് പറയുന്നു. അപ്പൊ ഇത്രയൊക്കെ കണ്ടു അല്ലേ നമ്മള്? ഇതെല്ലാം ഇങ്ങനെ കണ്ട് 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 അമ്മ സമ്പൂർണമായിട്ടും സൗന്ദര്യത്തിടമ്പാണ്. അതുപോലെ ചുമന്നുമാന്നുള്ള അമ്മയാണ്. ഒരു തരത്തിലുള്ള അംഗപ്രത്യംഗങ്ങൾക്ക് ഒരു ചെറിയ കോട്ടം പോലും, ഒരു ലോപം പോലും ഇല്ല. എല്ലാം പരിപൂർണമായ അംഗങ്ങളാണ്. എല്ലാ ആഭരണങ്ങളും അണിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറയണം. നമുക്കത് അറിയണമല്ലോ, എവിടെ ഇരിക്കുന്നു. നമ്മൾ ഒരു പീഠത്തിലിരിക്കുന്നു. ശ്രീമത് സിംഹാസനേശ്വരി എന്ന് കണ്ടതാണ്. ശ്രീമത്തായിരിക്കുന്ന സിംഹാസനത്തിന്റെ ഈശ്വരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. പക്ഷേ ആ അമ്മ ആ സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ വിശദമായിട്ട് ഓരോ മന്ത്രത്തിൽ വരുന്നുണ്ട്. പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് വരുന്നുണ്ട്, പഞ്ചകൃത്യ പരായണ എന്ന് വരുന്നുണ്ട്. അതൊക്കെ ആ ഭരണ സമയത്ത് കുറച്ച് കൂടുതൽ ചിന്തിക്കാം. ഇവിടെ അമ്മ ഇരിക്കുന്ന സ്ഥലം ഇങ്ങനെയൊക്കെ അണിഞ്ഞൊരുങ്ങി ഒരു കോട്ടവുമില്ലാത്ത അത്ര സൗന്ദര്യമായ അംഗപ്രത്യംഗങ്ങളോടുകൂടി സർവാരുണയായിട്ട് സർവ ആഭരണങ്ങളും അണിഞ്ഞിതാ അമ്മ ഇരിക്കുന്നു. എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നു സ്ഥാ തിഷ്ഠ, ഇരിക്കുകയാണ്. എങ്ങനെയാണ്? അംഗസ്ഥ. അംഗം എന്ന് വെച്ചാൽ അംഗം. ഇവിടെ കുറച്ചു മുമ്പ് കണ്ടിരുന്നു എന്താണ്? അനവദ്യ അങ്കി. അത് അങ്കി എന്ന് പറയുന്നത് അവയവം, അംഗം എന്നുള്ളതിന്റെയാണ്. ഇവിടെ അംഗം ആണ്. പങ്കായം, ചുങ്കം എന്നൊക്കെ പറഞ്ഞ അങ്കായാണ്. അംഗം മടിത്തട്ട് എന്നാണ് അർത്ഥം. അടയാളം എന്നൊക്കെ വേറെ അർത്ഥമുണ്ട്. അതിന്റെ സൂക്ഷ്മതലത്തിലേക്ക് പോകുമ്പോൾ അതൊക്കെ ചിന്തിക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ സ്ഥൂലപരമായി മാത്രം ചിന്തിച്ചു പോകുന്നത്. അപ്പൊ അംഗത്തിലിരിക്കുകയാണ്. അപ്പൊ ഏതോ മടിത്തട്ടിലാണ് അമ്മ ഇരിക്കുന്നത്. അപ്പൊ അമ്മ ആരുടെ മടിത്തട്ടിലാണ് എന്നൊരു ചിന്ത വരാം. ഇങ്ങനെയൊക്കെ പറയാൻ കാരണം നിങ്ങൾക്ക് അത് ഓർമ്മ എപ്പോഴും കിട്ടട്ടെ വെച്ചിട്ടാണ്. ഈശ്വരാംഗസ്ഥ, ഈശ്വരന്റെ മടിയിലാണ്. ഈശ്വരൻ എന്താണെന്നൊക്കെ വ്യാഖ്യാനിക്കാൻ പോയ വേദാന്ത ഉപദേശത്തിലേക്ക് പോയി. ഈശാവാസ്യമിതം സർവം, എല്ലായിടത്തും ഈശ്വരനുണ്ട്. അപ്പൊ പ്രപഞ്ചത്തിന്റെ സമ്പൂർണതയിലാണ് ഇരിക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ പോയാൽ നമ്മുടെ ഭക്തി നഷ്ടപ്പെടും. അപ്പൊ ഒരു ഈശ്വരന്റെ, അപ്പൊ ഏത് ഈശ്വരൻ എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം അല്ലെ? കാമേശ്വരാംഗസ്ഥ, കാമേശ്വരന്റെ മടിയിലാണ് ഇരിക്കുന്നത്. കാമേശ്വരൻ ആരാ? കാമദേവനല്ല, കാമദേവനെ ദഹിപ്പിച്ചവനാണ്.
കാമദേവനെ പോലും തന്റെ ആജ്ഞയിൽ നിലനിർത്തുന്നവനാണ്. നമുക്ക് ആ കഥ കേട്ടു. അങ്ങനെയാണ് ഭണ്ഡാസുരന്റെ ജന്മമൊക്കെ നമ്മൾ കേട്ടതാണ്. കാമത്തിന്റെ ഈശ്വരൻ, അത് കാമദേവനെ ദഹിപ്പിച്ചത് കൊണ്ട് കാമേശ്വരൻ, അല്ലാതെ കാമത്തിന്റെ ഈശ്വരൻ. അപ്പൊ കാമം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സെക്സ് എന്നുള്ളതല്ല ഭാരതീയമായ കാഴ്ചപ്പാട്. കാരണം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ള പുരുഷാർത്ഥങ്ങളിലെ കാമം വെറും ലൈംഗികതയല്ല. ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അർത്ഥത്തെ സ്വീകരിച്ച് കാമം അനുഭവിച്ച് മോക്ഷത്തിലേക്ക് പോകൂ എന്ന് പറയുന്ന പുരുഷാർത്ഥങ്ങൾ, ആ കാമത്തിന്റെ ഈശ്വരനാണ്. എത്രമാത്രം ധർമ്മം പറഞ്ഞാലും ധർമ്മം പ്രവർത്തിച്ചാൽ ആ പ്രവർത്തിക്കുന്നതിന് ഒരു ലക്ഷ്യം ഉണ്ടാവും, അല്ലെ? ധാരണാൽ ധർമ്മമിത്യാഹു. ധരിക്കുന്നുണ്ട് ധർമ്മം. എന്തിനാ ധരിക്കുന്നത്? എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മളൊരു കാര്യം ചിന്തിക്കാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഒരു കൂട്ട അർത്ഥസമ്പാദനം ചെയ്യുക, എന്നിട്ടത് അനുഭവിക്കുക, അത് ചെയ്ത് ശരിയാക്കുക. അതിൽ പൂർണ്ണമായിട്ട് ലയിക്കുമ്പോഴാണ് പൂർണ്ണത വരെ. പക്ഷെ അതിന് തൊട്ടപ്പുറത്തുള്ളത് മാത്രം നമ്മൾ മറക്കുന്നു, മോക്ഷം. അപ്പൊ ധരിക്കേണ്ടത് എന്താണ്? മോക്ഷത്തെയാണ് ധരിക്കേണ്ടത്. ഞാൻ മരിക്കുന്നില്ല, ജനിക്കുന്നില്ല എന്നുള്ള ഭാവത്തിലേക്ക് സമ്പൂർണ്ണ മോക്ഷത്തിന്റെ ഭാവത്തെ ആ ധാരണ ചെയ്യുമ്പോഴാണ് ശരിക്ക് ധർമ്മമാവുള്ളൂ. ആ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടൽ ചെയ്യുമ്പോഴാണ് അർത്ഥമാവുള്ളൂ. അതിനു വേണ്ടി അത്യാഗ്രഹമായിട്ട് അങ്ങനെ ആഗ്രഹിക്കുമ്പോഴേ അത് കാമാവുള്ളൂ. മറ്റ് കാമങ്ങളൊക്കെ അതിന്റെ താഴെയാണ്, മറ്റർത്ഥങ്ങളൊക്കെ അതിന്റെ താഴെയാണ്, മറ്റ് ധർമ്മങ്ങളൊക്കെ അതിന്റെ താഴെയാണ്. അപ്പൊ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ധർമ്മധാരണം എന്ന് പറയുന്നത്, ആ ധർമ്മധാരണത്തിലൂടെ സ്വരുക്കൂട്ടുന്നതെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ള കാമമാണ്? മോക്ഷത്തിലേക്കുള്ള കാമമാണ്. ആ കാമത്തിന്റെ ഈശ്വരൻ ആരാണ് എന്ന് ചോദിച്ചാൽ, അതിനെ കടിഞ്ഞാൻ, അതിനെ കൃത്യമായിട്ട് ആ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ അത് കാമേശ്വരനാണ്. അപ്പൊ നമുക്ക് സംശയം വരാം. അതുകൊണ്ട് വശന്യാദി വാഗ്ദേവർ സംശയം തീരാൻ വേണ്ടിയിട്ട് അതിൽ എഴുതി, ശിവകാമേശ്വരാംഗസ്ഥ. ശിവനാകുന്ന കാമേശ്വരന്റെ മടിത്തട്ടിലിരിക്കുന്നവൾ. കാമേശ്വരൻ കാമത്തെ അടക്കിയവർക്കൊക്കെ ഇരിക്കാൻ പറ്റുമോ? അവിടെയൊക്കെ അമ്മ വന്നിരിക്കും. എന്നാൽ ശിവനാവണം. ശിവനായ മാത്രം പോരാ, കാമേശ്വരനാവണം, ശിവകാമേശ്വരനാവണം. ആ മടിത്തട്ടിലാണ് ഈ സർവാഭരണഭൂഷിതയായ ത്രിപുരസുന്ദരി ഇരിക്കുക. ആ ശിവൻ ആരാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ശിവോഹം ശിവോഹം, ഞാൻ തന്നെയാണ് ശിവൻ എന്ന് ചിന്തിച്ചാൽ കാമത്തെ പരിപൂർണമായിട്ടും അടക്കാൻ സാധ്യമല്ല. കാമം വറ്റി വരളണം. ഒരു അസ്വസ്ഥതയും ഇല്ലാതെ കാമം എങ്ങോട്ടോ പോകണം. അപ്പോഴാണ് കാമേശ്വരനാവുള്ളൂ. മറ്റതൊക്കെ ഉള്ളില് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സല്യം, ഷഡ് വികാരങ്ങൾക്ക് പലതിലും കുടുങ്ങിപ്പോകും. ഇവിടെ സമ്പൂർണമായിട്ടും ശിവഭാവത്തിൽ, ശിവനാകുന്ന അടിത്തട്ടിലല്ല, ശിവാംഗസ്ഥയല്ല, ശിവകാമേശ്വരന്റെ, ശിവൻ കാമേശ്വരനായി തീരുമ്പോൾ മാത്രമേ അമ്മ അവിടെ ഇരിക്കുള്ളൂ. കാരണം എന്താ? ദേവി ഇരിക്കുന്നതിന്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, തുടക്കത്തിൽ കുറച്ചൊക്കെ പറഞ്ഞിരുന്നു. ബ്രഹ്മ, വിഷ്ണു, രുദ്ര, മഹേശ്വര, സദാശിവ. അമ്മ ഇരിക്കുന്ന ആ പീഠത്തിനല്ലേ, കട്ടിലിന് 4 കാലുകളാണ്. ഒരു കാല് ബ്രഹ്മാവാണ്, ഒരു കാല് വിഷ്ണുവാണ്, ഒരു കാല് രുദ്രനാണ്, ഒരു കാല് ഈശ്വരനാണ്. ബ്രഹ്മ വിഷ്ണുവിനെയൊക്കെ പറയാൻ പോയാൽ ഒരുപാട് പുരാണങ്ങളിലേക്ക് പോകും. എന്നാൽ ഇവിടെ ശിവനെ കുറിച്ചാണ് പറയുന്നതുകൊണ്ട് രുദ്രനും ഈശ്വരനും ഉണ്ട് താഴെ കാലുകളായിട്ട്. അവിടെ ഈശ്വരനുണ്ട്, പക്ഷെ ആ ഈശ്വരന്റെ മുകളിലല്ല. അതിനെ ഭരിക്കുന്നതായിട്ടുള്ള സദാശിവൻ ശിവഭാവാണ്. ആ സദാശിവഭാവത്തിന് വന്ന സമ്പൂർണ്ണ കാമത്തെയും വേണ്ടവണ്ണം ധരിച്ച അതിന്റെ ഈശ്വരനായി തീർന്ന അവസ്ഥ, സമ്പൂർണ്ണ പരമഹംസ പദത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരവസ്ഥയാണ് ആ ഭാവം. അല്ലാണ്ട് ശിവൻ എന്ന് പറയുന്ന ഒരാൾ കൈലാസത്തിൽ ഇരുന്നിട്ട് അങ്ങനെ ഞാൻ കാമേശ്വരനായി ഇരിക്കൂ ഭഗവതി എന്ന് പറയലല്ല. ഈ ശിവൻ, ഈ കാമേശ്വരൻ ശിവനായി തീർന്ന് കാമേശ്വര ഭാവത്തിലേക്ക് എത്തിയാൽ മാത്രമേ അമ്മയുടെ ഇരിപ്പിടമായി തീരൂ നമ്മുടെ അടയാളം, അല്ലെങ്കിൽ നമ്മുടെ മടിത്തട്ട്. അങ്ങനെ ശിവനാകുന്ന കാമേശ്വരന്റെ അംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾക്ക് നമസ്കാരം. ശിവകാമേശ്വര അംഗസ്ഥ. മറ്റൊരു കഥ പറയുന്നു ബ്രഹ്മാണ്ഡ പുരാണത്തിലെല്ലാം. സാക്ഷാൽ മഹാദേവി ചിതഗ്നികുണ്ഡ സംഭൂതയായിട്ട് ഉയർന്നു വന്ന സമയത്ത് ലോകത്തെ മുഴുവനും രക്ഷിക്കുവാൻ വേണ്ടി പരമഭട്ടാരിയായി രാജരാജേശ്വരിയായിട്ട് വരുമ്പോ ഈ അമ്മയ്ക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റും? സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ
രാജ്ഞി മാത്രം പോലെ രാജാവും വേണം. രാജാവും രാജ്ഞിയും കൂടെ ഉള്ളതേ പൂർണ്ണമാവും എന്നെല്ലാ ദേവീദേവന്മാർ ഋഷിഗണങ്ങളെ സങ്കല്പിച്ചപ്പോ അതിസുന്ദരനായിട്ട് കാമദേവനെ വെല്ലുന്ന രീതിയിൽ കാമദേവന്റെ ഈശ്വരനാണോ എന്ന് തോന്നുമാറ് സുന്ദര ശിവനായിട്ട് സാക്ഷാൽ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നും ഈ ശിവനല്ലാതെ മറ്റാർക്കാണ് ഈ ദേവിയെ വരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞ് ആ കാമേശ്വരിയെയും ഈ കാമേശ്വരനെയും പരസ്പരം വിവാഹം കഴിപ്പിക്കുന്ന കഥയെല്ലാം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ലളിതോപാഖ്യാനത്തിലുണ്ട്. അങ്ങനെ നോക്കിയാലും കാമദേവനെ പോലും വെല്ലുവിളിക്കുന്ന കാമദേവന്റെ ഈശ്വരനാണോ എന്ന് തോന്നുന്ന രീതിയിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് ശിവകാമേശ്വര ആ വിവാഹം കഴിഞ്ഞ് ആ മഹാദേവന്റെ മടിയിലാണ് ദേവി ഇരിക്കുന്നത്. ഇനി കാമം എന്ന് പറഞ്ഞാൽ കാമാക്ഷി എന്നൊക്കെ വരുന്നുണ്ട്. കാ എന്ന് വെച്ചാൽ സരസ്വതി എന്നാണ് അർത്ഥം. മാ എന്ന് വെച്ചാൽ ലക്ഷ്മി എന്നാണ് അർത്ഥം. അപ്പൊ ലക്ഷ്മിയെയും സരസ്വതിയുടെയും ഈശ്വരനായി തീരണം. ഈ പ്രപഞ്ചത്തിന്റെ സർവലക്ഷ്മിത്വവും സർവജ്ഞാനവും ആർക്കുണ്ടോ? എത്രാസ്തി ഭോഗോ നച തത്ര ഭോഗ, എത്രാസ്തി ഭോഗോ നച തത്ര മോക്ഷ. എവിടെ ഭോഗസുഖമുണ്ടോ അവിടെ മോക്ഷം കുറയും, എവിടെ മോക്ഷേച്ഛയുണ്ടോ അവിടെ ഭോഗസുഖം കുറയും. പക്ഷെ ശ്രീ ത്രിപുരസുന്ദരി സേവന തത്പരാണ്. സാക്ഷാൽ ത്രിപുരസുന്ദരിയെ സേവിക്കുന്നവർക്ക് ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥേവ. ഒന്നിനെയും തള്ളിക്കളയാതെ. തന്ത്രത്തിന്റെ ഗുണം അതാണ്. വേദാന്തത്തിലും വേദത്തിലേക്ക് പോകുമ്പോൾ അത് പാടില്ല ഇത് പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ചിട്ടകളാണ്. പക്ഷെ താന്ത്രികമായ ഉപാസനയില് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും സത്യം തന്നെയാണ്. കാരണം അതെല്ലാം ദേവി തന്നെയാണ്, ദേവി അംശങ്ങളാണ്. ഒന്നിനെയും തള്ളിക്കളയാനില്ല. ഈ അർത്ഥങ്ങൾ മുഴുവൻ, ഈ ലക്ഷ്മിത്വം മുഴുവൻ, ഈ കാണുന്ന ഐശ്വര്യങ്ങൾ മുഴുവനും ദേവി തന്നെയാണ് എന്ന് വിചാരിച്ചു അതിന്റെ അധീശത്വം വരിക. അതുപോലെ എന്താണ് ഈ പ്രപഞ്ചം എന്നുള്ള സമ്പൂർണ്ണ ജ്ഞാനം, അതാണ് സരസ്വതി എന്നുള്ള ഭാവം. അതിന്റെ അധീശത്വം വരും. അപ്പൊ വേദത്തിൽ സമ്പൂർണമായ വേദത്തിന്റെ അധീശത്വവും അറിവിന്റെ അധീശത്വവും സമ്പൂർണമായ ഭൗതികതയുടെ ലക്ഷ്മിത്വത്തിന്റെ അധീശത്വവും ആർക്കുണ്ടോ ആ വ്യക്തിയാണ് കാമേശ്വരൻ. അത് മറ്റാരുമല്ല, ശിവൻ. അപ്പൊ ശിവനായി തീർന്നാൽ എന്താ ഉണ്ടാവുക? ഈ കാമം ഉണ്ടാവും. പരിപൂർണമായ സരസ്വതി കടാക്ഷവും പരിപൂർണമായ ലക്ഷ്മി കടാക്ഷവും ഒരുമിച്ച് വന്ന് അതിന്റെ ഈശ്വരനായി തീരുമ്പോ ആ ദേവന് പറയേണ്ട പേരാണ് ശിവം, ശിവ എന്നർത്ഥം. ശിവ എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗമാവും. ആ ശിവന്റെ ശക്തി എന്ന് ചിന്തിച്ചാൽ ശിവ എന്നാവും. അങ്ങനെ ശിവനാകുന്ന കാമേശ്വരന്റെ എല്ലാ തരത്തിലും കാമേശ്വരനാണ്. കാമത്തെ ചുട്ട് നശിപ്പിച്ചവനാണ്. കാമങ്ങൾക്കും അധീശനായ കാമദേവനെ പോലും വെല്ലുവിളിക്കുന്ന സൗന്ദര്യത്തോടു കൂടി സാക്ഷാൽ ഈ ലളിതാംബിയെ വിവാഹം കഴിക്കാൻ സുന്ദര ശിവനായിട്ട് വന്ന് വിവാഹം കഴിച്ച കാമേശ്വരനാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകല ആഗ്രഹങ്ങളെയും ഒരു വിഷമവും കൂടാതെ അടക്കി തന്നിൽ ലയിപ്പിച്ച കാമത്തെ പരിപൂർണമായിട്ടും തന്റെ സ്വാധീനത്തിലാക്കിയ കാമേശ്വരനാണ്. ഇതെല്ലാമാണ് ശിവത്വം എന്നുള്ള ഭാവം. അങ്ങനെയുള്ള ആ ഒരു തരത്തിലാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിന്റെയും സമ്പൂർണ്ണ ഐശ്വര്യത്തിന്റെയും സമ്പൂർണ്ണ മംഗളമായിട്ടുള്ള ശിവത്വത്തിന്റെയും ആ മടിത്തട്ടിലാണ് സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ ഇരിപ്പ്. ഏത് ലളിതാ പരമേശ്വരി? സർവാരുണാനവദ്യാംഗി സർവാഭരണഭൂഷിത എന്ന് പറയുന്ന സമ്പൂർണമായി ഇതുവരെ നമ്മൾ കണ്ട ആ സൗന്ദര്യത്തിടമ്പിന്റെ ഇരിപ്പ് സാക്ഷാൽ ശിവനാകുന്ന കാമേശ്വരന്റെ മടിയിലാണ് എന്നൊരു സാധാരണ അർത്ഥം ചിന്തിക്കുമ്പോൾ സമ്പൂർണമായിട്ടുള്ള ആ ശിവൻ എന്ന് പറയുന്ന പ്രപഞ്ചമംഗളഭാവത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സമ്പൂർണ്ണ ജ്ഞാനത്തിന്റെ അതിന്റെ ഐശ്വര്യത്തിന്റെ അടയാളത്തിൽ അതെവിടെയുണ്ടോ? അംഗസ്ഥ. സമ്പൂർണ്ണ മംഗളം എവിടെയുണ്ടോ? വെറും ചെറിയ ചെറിയ മംഗളം പോരാ. സമ്പൂർണ്ണ ലക്ഷ്മിത്വം എവിടെയുണ്ടോ? സമ്പൂർണ്ണ ജ്ഞാനം എവിടെയുണ്ടോ? ആ മൂന്നും കൂടെ കൂടിയിട്ടുള്ള ഒരു അടയാളം, ഒരു പോയിന്റ്, ഒരു ബിന്ദു നമുക്ക് കാണാൻ അവിടെയാണ് സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ ഇരിപ്പ്. അവിടെയാണ് ഈ സൗന്ദര്യത്തിന്റെ നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അത് കണ്ടെത്തണമെങ്കിൽ ഹിരണ്മയേന പാത്രേണ സത്യസ്യ അപിഹിതം മുഖം. ഉപനിഷത്ത് പറയുന്നില്ലേ, സ്വർണമയമായ പാത്രം കൊണ്ട് സത്യത്തിന്റെ മുഖം അടച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ കാണുമ്പോ എന്താ, ഇതാണ് സത്യം, എന്ത് രസാണ്, എന്തൊരു സൗന്ദര്യമാണ്, ഇത് കണ്ട് നമ്മൾ അതിന്റെ പുറകെയൊക്കെ പോവാണ്.
പക്ഷേ അത് സ്വർണമയമായ ഒരു പാത്രം മാത്രമല്ല, സത്യം അതിന്റെ അപ്പുറമാണ്. ആ സത്യമാണ് ശിവം, ആ സത്യമാണ് ജ്ഞാനം, ആ സത്യമാണ് ലക്ഷ്മി. അതാണ് ശിവ കാമേശ്വര എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ആയാൽ മാത്രമേ ഈശ്വര ഭാവത്തിലേക്ക് എത്തൂ. ആ പ്രപഞ്ചത്തിന്റെ സമ്പൂർണമായ മംഗളഭാവത്തിൽ ഉദിക്കുന്ന, സമ്പൂർണമായിട്ടുള്ള ആ ജ്ഞാനത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യത്തിൽ ഇരിക്കുന്നവളാണ് സാക്ഷാൽ ലളിതാ പരമേശ്വരി, നമ്മൾ ഇതുവരെ കണ്ട ത്രിപുര സുന്ദരി, ശിവകാമേശ്വര അംഗസ്ഥ. അതുകൊണ്ട് ആ ശിവന്റെ ആ മംഗളഭാവത്തിൽ ലയിച്ച്, ഞാൻ പറഞ്ഞില്ലേ, സ്ഫടികം പോലെയുള്ള ആ ഒരു ശുദ്ധ സ്ഫടികം എന്ന ശുദ്ധജ്ഞാനം എന്നാണ് അർത്ഥം. ആ ശുദ്ധജ്ഞാനത്തിലേക്ക് തന്റെ രജോഗുണം ലയിപ്പിച്ച് ഒരു താമരയുടെ നിറം പോലെ, റോസ് നിറം പോലെ ആയിത്തീർന്നു ശിവൻ. ശിവനും ചുമന്നു പോയോ എന്നൊക്കെയാണ് ശങ്കരാചാര്യ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ശിവനിൽ ലയിച്ചിരിക്കുന്ന സാക്ഷാൽ അമ്മ, അതുകൊണ്ട് അന്ന് തൊട്ട് അറിയപ്പെടുന്നു ശിവ എന്നറിയപ്പെടുന്നു. ശിവന്റെ ശക്തി എന്നർത്ഥം. ശിവനാകുന്ന കാമേശ്വരന്റെ അംഗത്തിൽ ഇരുന്നു കൊണ്ട് ശിവന്റെ ശക്തിയായി പരിണമിച്ചു ശിവ. മംഗളസ്വരൂപൻ എന്ന് വെച്ചാൽ ശിവ, മംഗളസ്വരൂപിണിയായിട്ട് അമ്മ ഇരിക്കുന്നു. ഒരുപാട് വേദാന്തമൊക്കെ വ്യാഖ്യാനങ്ങളിൽ ഒരുപാട് പേര് അങ്ങോട്ടും കിടന്ന നമ്മുടെ ഇത്രയും നേരം ചിന്തിച്ച അമ്മയുടെ രൂപമൊക്കെ നമുക്ക് ശിവകാമേശ്വര അംഗസ്ഥ ശിവ എന്നിട്ട് പറയുന്നു സ്വാധീനവല്ലഭ. ഭർത്താവിനെ സ്വാധീനിക്കുന്നവളായിട്ട്. നമുക്കൊക്കെ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതല്ല ഇവിടെ. ഒരു ശരീരത്തിന്റെ സമ്പൂർണമായിട്ടുള്ള സ്വാധീനം അതിൻ്റെ ഉള്ളിലെ ശക്തിക്കാണ്. ആ ശക്തിയാണ് ശരീരം വിട്ടു പോവുക. ആ ശക്തി വിട്ടുപോയാൽ ഇത് ശവമാവും, അല്ലെ? ശക്തി സഹിതമേ ശിവം ശിവം, ശക്തി വിഹീനം ശവം ശവം എന്നാണ്. ശകാരം എഴുതിയിട്ട് ഈകാരം എഴുതിയിട്ട് വം എന്ന് എഴുതിയാൽ ശിവം. അതിലെ ശക്തി ബീജം എന്ന് പറഞ്ഞാൽ ഈ എന്നുള്ളതാണ്. ഉയർന്നൊരു ബീജാക്ഷരമാണത്. അതൊക്കെ ശ്രീവിദ്യ ഉപാസനയായിട്ടൊക്കെ പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും. ആ ഈകാരം അങ്ങോട്ട് പോയാൽ ശവം എന്നായിത്തീരും. അപ്പൊ ശവത്തെ ശിവമാക്കുന്ന ശക്തി, അപ്പൊ ശിവനെ ശിവനാക്കുന്നു. അതുകൊണ്ടാണ് സൗന്ദര്യലഹരിയിലൊക്കെ ആദ്യത്തെ ശ്ലോകം തന്നെ പറയുന്നില്ലേ, ശിവശക്രിയായുക്തോ യദി ഭവതി ശക്രപ്രഭവിതും. ശിവൻ ശക്തിയോടുകൂടി ഇരുന്നാൽ മാത്രം ശക്തനായി തീരും, ഇല്ലെങ്കിൽ അനങ്ങാൻ പോലും സാധ്യമല്ല. ഹരിയും ഹരനും വിരിഞ്ചനും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും ഒന്ന് അനങ്ങണമെങ്കിൽ ഈ ശക്തിയുടെ അനുഗ്രഹം വേണം. എന്നിരിക്കെ സാധാരണ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ? അകൃത പുണ്യം ചെയ്യാത്തവരുടെ കാര്യം എങ്ങനെയാ ഞാൻ പറയാ എന്ന് ശങ്കരാചാര്യ ചോദിച്ചിരിക്കുന്നു. അപ്പോ ഈ പ്രപഞ്ചത്തിലെ രജോഗുണപ്രധാനമായിട്ട് നിർവികാരം എന്നുള്ളതല്ല ഈ പ്രപഞ്ചം. അതായത് ഞാൻ പലതായി ഭവിക്കട്ടെ എന്ന് ഈ ബ്രഹ്മം ചിന്തിച്ചതാണ്. ആ ബ്രഹ്മസ്വരൂപിണിയാണ്. ആ ബ്രഹ്മസ്വരൂപിണി എന്ന് ആ ഒന്നുമില്ലാതിരുന്ന നിരാകാരമായിരുന്ന, നിർഗുണമായിരുന്ന, നിരാമയമായിരുന്ന അതിൽ നിന്നും ഒരു സ്ഫോടനം, ഒരു സ്ഫുരണം ഉണ്ടായിട്ട് എന്ന് പ്രപഞ്ചോത്പത്തി ഉണ്ടായോ, അത് ശക്തിയാണ്. അതാണ്, ആ ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നത്. ആ പ്രപഞ്ചം എന്ന് പറയുന്ന ആ ഭാവനയാണ് ശിവൻ. അത് ശവമായി തീരുന്ന, ഒന്നും അനങ്ങുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയ അനേകം നിമിഷങ്ങൾ, വർഷങ്ങളൊക്കെ ഉണ്ട് എന്ന് പുരാണങ്ങളും വേദങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്നും ആദ്യത്തെ സ്ഫുരണം ഉണ്ടാകുന്നത്, ആ സ്ഫുരണമാണ് ശിവനെ നിലനിർത്തുന്നത്. അങ്ങനെ വല്ലഭയെ സ്വാധീനിക്കുന്ന, ഭർത്താവ് സ്വാധീനമായവൾ, അത് നമ്മൾ സാധാരണ ലൗകികതയിൽ എടുത്താൽ ബുദ്ധിമുട്ടാവും. കാരണം കുറച്ച് കഴിയുമ്പോൾ ഒരു മന്ത്രത്തിലൊക്കെ പറയുന്നുണ്ട്, അമ്മയുടെ ഒരു ഒറ്റ നോട്ടം കൊണ്ട് കരുണയോട് കൂടിയിട്ട് അമ്മ ശിവനെ ഒന്ന് നോക്കിയപ്പോൾ ശിവന്റെ കടക്കണ്ണ് ഒന്ന് ഇങ്ങോട്ട് പതിച്ച സമയത്തുണ്ടായിട്ടുള്ള ആ ഒരു അനുഗ്രഹ വർഷം കൊണ്ടാണ്, ആ ഒരു കരുണയോട് കൂടിയിട്ടുള്ള ആ ദേവിയുടെ കടക്കണ്ണിന്റെ ശക്തിയും കൂടെ കൂടിയിട്ടാണ് ഭണ്ഡാസുരൻ അല്ലെങ്കിൽ ഭണ്ഡൻ, ആ കാമദേവൻ ദഹിച്ച ഭസ്മം പോലും ഒരു ജീവനായി തീർന്നത്. ജീവൻ കൊടുത്തത് അങ്ങനെയാണെന്നാണ്. അപ്പോ അമ്മയ്ക്ക് എപ്പോഴും ശിവനെ ഓർത്തിരിക്കാനേ സമയമുള്ളൂ. എപ്പോഴും കണ്ണുകൾ ഭക്തന്റെ നേരെയാണെന്ന് നമ്മൾ വിചാരിക്കും.
എപ്പോഴും കടക്കണ്ണുകൊണ്ട് മഹാദേവനെ മാത്രം സങ്കല്പിച്ചിരിക്കുന്ന മഹാദേവി, ഭർത്താവിനെ സ്വാധീനമാക്കിയവൾ, അല്ലെങ്കിൽ ഭർത്താവ് സ്വാധീനമായവൾ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ചേഷ്ട വേണമെങ്കിൽ ഇതിനുള്ളിൽ ഒരു ശക്തി വേണം. അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും പുരാണങ്ങളിലൊന്നും ഭർത്താവിനെ നിർബന്ധിച്ച് നിയന്ത്രിച്ച് നിർത്തിയവളല്ല ഭഗവതി. ഇവിടുത്തെ അർത്ഥം സമ്പൂർണമായി പ്രപഞ്ച ശരീരം, ശിവനാകുന്ന ആ ശരീരത്തെ നിയന്ത്രിക്കുന്നവൾ അമ്മയാണ്. നമ്മുടെ ഉള്ളിലെ ശക്തി ഉള്ളതുകൊണ്ടാണ് ചിന്തിക്കാനും പലതും ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നത്. അത് ഇല്ലാതെയായാൽ ഇത് ജഡമായി തീരും. അപ്പൊ പ്രപഞ്ചത്തിന് മുഴുവനും ഈ ശിവനായിരിക്കുന്ന, കാമേശ്വരനായിരിക്കുന്ന ആ മഹാദേവന്റെ മടിയിൽ ഇരുന്നു കൊണ്ട് ശിവന്റെ ശക്തിയായി പ്രവർത്തിച്ചുകൊണ്ട് ആ ശിവനെ സ്വാധീനമാക്കിയവൾ, അല്ലെങ്കിൽ ആ തന്നെ ഭരിക്കുന്ന, തന്നെ താങ്ങി നിർത്തുന്ന ആ ശിവഭാവത്തെ സ്വാധീനമാക്കിയവളാണ് അമ്മ എന്നർത്ഥം. അങ്ങനെ 21-ാമത്തെ ശ്ലോകത്തില് അമ്മയുടെ ആദ്യം പറഞ്ഞ ഭാവമൊക്കെ ആണെങ്കിലും ആ അമ്മയുടെ ബ്രഹ്മാണ്ഡ ഭാവത്തെ കുറിച്ച് പറയാണ്. എല്ലാം ചുമപ്പാണ്, സമ്പൂർണമായും നല്ല അംഗത്വം, ഒരു അംഗത്തിന് പോലും കോട്ടമില്ല, സർവാരുണാനവദ്യാങ്കി, എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും അണിഞ്ഞ് ശിവനാകുന്ന കാമേശ്വരന്റെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് ശിവ എന്ന പേരിൽ ഭർത്താവ് സ്വാധീനമായിരിക്കുന്ന ഭാവത്തിൽ, ഭർത്താവിനെ പോലും ഭരിക്കുന്ന അവസ്ഥയിൽ, അങ്ങനെയാണ് ശിവകാമേശ്വര അംഗസ്ഥ എന്ന് പറയുന്നതിന്റെ ഭാവമാണ് ശ്രീവിദ്യാ ഉപാസനയിലെ ദേവിയെ സ്തുതിക്കും അതിന്റെ ഛന്ദസ്സിലും ഒക്കെ പരമഭട്ടാരിക എന്ന് പറയുന്ന സമയത്തൊക്കെ സാക്ഷാൽ മഹാദേവന്റെ മടിയിലിരിക്കുന്നതായിട്ടാണ്. ആ മഹാദേവനെ സാക്ഷാൽ കാമേശ്വരനായിട്ട് പൂജിക്കുന്ന രീതിയാണ് ശ്രീവിദ്യാ ഉപാസനയിലൊക്കെയുള്ളത്. അതുകൊണ്ടാണ് ആ പേരുകളൊക്കെ അവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അമ്മയുടെ ആ സ്ഥൂല രൂപം വർണ്ണിച്ച് അമ്മ ഇരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ വിഗ്രഹത്തിൽ, ശ്രീകോവിലൊന്നും അല്ല. പ്രപഞ്ചം എന്ന് പറയുന്ന ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ശക്തി ആയിക്കൊണ്ട് അമ്മ വിരാജിക്കുന്നു, സർവ പൂർണ്ണതയോട് കൂടിയിട്ട് എന്നർത്ഥം. അപ്പൊ സർവാരുണാനവദ്യാംഗി സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീനവല്ലഭ. ഇതാണ് 21-ാമത്തെ ശ്ലോകം. അടുത്ത ദിവസം നമുക്ക് 22-ാമത്തെ ശ്ലോകം എടുക്കാം. ഇനി അങ്ങനെ കൂടി അമ്മയുടെ പ്രപഞ്ചത്തോളം ഉയർന്ന തലത്തിലേക്കൊക്കെയാണ് ഇനി ചിന്തിച്ച് പോണത്. ഇനിയിപ്പോ അമ്മ ശിവന്റെ മടിത്തട്ടിലാണ് ഇരിക്കണത്. അപ്പൊ ശിവൻ എവിടെയായിരിക്കണത് എന്നറിയണം. കൈലാസത്തിലാണെന്ന് കേട്ടിട്ടുണ്ട്. കൈലാസത്തിലാണെങ്കിൽ ആ കൈലാസം എന്താന്ന് പഠിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോ അമ്മയുടെ കൊട്ടാരത്തിന്റെ പേരെന്താണ്, അമ്മയുടെ നഗരത്തിന്റെ പേരെന്താണ്, അവിടെ എന്തൊക്കെ വിശേഷണങ്ങളുണ്ട്, ഇതൊക്കെ ലളിതോപാഖ്യാനത്തിൽ വളരെ വളരെ വ്യക്തമായിട്ട് ആ മണിദ്വീപ വർണ്ണനയൊക്കെ പറയുന്നുണ്ട്. അതിനെ സൂചിപ്പിക്കുന്ന മന്ത്രങ്ങളാണ് 22-ാമത്തെ സുമേരു മധ്യസംഗസ്ഥാൻ തുടങ്ങുന്ന മന്ത്രങ്ങൾ. അത് അടുത്ത ദിവസം ചിന്തിക്കാം. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ ഇത് ഇങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ. ഇതിൽ ഒരുപാട് ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വേദാന്തപരമായിട്ട് ചിന്തിക്കേണ്ട ഒരുപാട് പദങ്ങളുണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. എങ്കിലും നമ്മൾ ഇതുവരെ കണ്ട അമ്മ സമ്പൂർണയാണ്, സൗന്ദര്യത്തിന്റെ ഏറ്റവും അങ്ങേറ്റത്താണ്. അമ്മയ്ക്കാണ് സൗന്ദര്യം. ആ സൗന്ദര്യത്തിന്റെ അല്പമാണ് നമുക്ക് കിട്ടിയത് മനസ്സിലാക്കിയിട്ട് ശിവന്റെ മടിത്തട്ടില് ശിവന് ശക്തി പകർന്നുകൊണ്ട് ആ ശിവനാകുന്ന പീഠത്തിൽ ഭദ്രകാളിയൊക്കെ പൂജിക്കുമ്പോ തന്ത്രിമാർക്കറിയാം, അതിന്റെ സമഷ്ടിയിലൊക്കെ വ്യക്തമായിട്ട് അതൊക്കെ പറയുന്നുണ്ട്. പഞ്ചവക്ത്രായ സദാശിവായ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആ ശിവമഞ്ചസ്ഥിലിരിക്കുന്ന ശിവന്റെ ശക്തി തന്നെയായിട്ടുള്ള ആ അമ്മയെ കുറിച്ചിട്ടാണ് 21-ാമത്തെ ശ്ലോകത്തില്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തൊണ്ടയ്ക്ക് അത്ര ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് ഇടയ്ക്ക് ചുമ. ക്ഷമിക്കുക. ഇനി എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് നിർത്താം. പിന്നെ ഈ ക്ലാസ്സിനെ കുറിച്ചിട്ട് ഞാൻ ഈ ലളിതാ സഹസ്രനാമം വ്യാഖ്യാനം എടുക്കാൻ ഒട്ടും യോഗ്യനായ ആളല്ല. പാരാമീറ്ററൊക്കെ പറഞ്ഞപ്പോ
അത് നിരസിക്കാൻ വയ്യാത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരുപാട് കുറവുകൾ ഉണ്ടാവാം. ഇതിലൊക്കെ എന്റെ ക്ലാസ്സിൽ കുറവുകൾ ഉണ്ടെങ്കിൽ, അപാകതകൾ ഉണ്ടെങ്കിൽ അത് വിഷമം. അപ്പൊ എങ്ങനെയാണ് മനോജ്? നമസ്കാരം, വളരെ സന്തോഷം. എല്ലാവരും ഫീഡ്ബാക്ക് കിട്ടുന്നത് തന്നെയാണ്. അതും എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എന്തോ അല്ല, നന്നാവുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ പറ്റാവുന്ന തരത്തിൽ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോ നിർത്തിക്കോട്ടെ. അതെ, ഇന്നിപ്പം ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൽ നല്ലൊരു വിശദീകരണം കിട്ടാനില്ല. ഇതേ ഞങ്ങൾക്ക് വളരെ ആസ്വാദനമുണ്ട്. നമസ്തേ ഗുരുനാഥ. നമസ്തേ. വളരെ നന്നാവുന്നുണ്ട്. ഇതുവരെ ഈ രീതിയിലുള്ള ക്ലാസ് കേട്ടിട്ടില്ല. വളരെ അതുകൊണ്ടാണ് ഇത്രയും വൈകിട്ട് ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഒരു സംശയം, അത് പിന്നെ ആസ്ഥാനത്താവോ എന്നറിയില്ല. 4 പീഠത്തിന് 4 കാലുകളാണെന്ന് പറഞ്ഞല്ലോ ആചാര്യൻ. അതിൽ രുദ്രനും ശിവൻ. അപ്പൊ അവിടെ ശിവൻ എന്നുള്ളത് ആ ശിവകാമേശ്വര അംഗസ്ഥാനത്തെയാണ്. രുദ്രനും ശിവനും ഒന്നല്ലേ സാധാരണ? അതാണ്, അത് ആ മന്ത്രം വന്നിട്ടില്ല. അത് വരുമ്പോ അത് ക്ലിയർ ആവും. അതെ, ശിവൻ 4 കാലിൽ ഒന്ന് രുദ്രനും ഒന്ന് ശിവനും. ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ആളാണെന്ന് വിശ്വസിച്ചിട്ട് പറയാണ്. അതെ അതെ. സൃഷ്ടികർത്രേ നമ, ബ്രഹ്മണ്യേ നമ, ഗോത്രേ നമ, ഗോവിന്ദരൂപിണ്യേ നമ, സംഹാരണ്യേ നമ, രുദ്രരൂപായേ നമ, തിരോധാനകര്यै നമ, ഈശ്വര്यै നമ, സദാശിവായ നമ, അനുഗ്രഹദായേ നമ. ഇതാണ് അതിന്റെ റൂട്ട്. കൂടുതൽ പഠിക്കുമ്പോൾ കൂടുതൽ സംശയം ഉണ്ടാവുകയാണ്. അല്ല, ബ്രഹ്മ വിഷ്ണു രുദ്ര ഈശ്വര സദാശിവ എന്നുള്ളതാണ് പഞ്ചകൃത്യ പാരായണം. ഇപ്പൊ രുദ്രനും ശിവനും ഒന്നല്ലേ എന്നുള്ളതാണ്. അല്ല, ഒന്നാണെങ്കിൽ ഇപ്പം ജോലി വേറെയാ. അതാണ് ശരി. ഇപ്പോ ദക്ഷയാഗത്തില് ദക്ഷന്റെ കഴുത്ത് വെട്ടിയത് ആരാണ്? ഓരോന്നിനും ഓരോ ഇത് നിയോഗം ഉണ്ടല്ലേ. ദക്ഷയാഗത്തില് സതീത്യാഗം ചെയ്ത സമയത്ത് ദക്ഷന്റെ തല വെട്ടേണ്ടത് ആരാണ്? ശിവനാണ്, അല്ലേ? അതെ അതെ. ആരാണ് വെട്ടിയത്? ആരാണ്? അറിയില്ല. വീരഭദ്രനാണ്. വീരഭദ്രൻ എന്ന് പറയുന്നത് ശിവന്റെ ഒരു അംശഭൂതാണ്. അപ്പൊ ഓരോ കാലഘട്ടത്തിൽ ഓരോന്നിനായിട്ട് ഓരോ ഭാവത്തിൽ ഓരോ രീതിയിൽ കുറവും കൂടുതലുമായിട്ട് ഉണ്ടായിട്ട്, പക്ഷെ പരിപൂർണത എന്ന് പറയുന്നത് അതാണ് അനവദ്യാംഗി എന്ന് പറയാൻ കാരണം. അതിൽ നിന്ന് ഒരല്പം കുറവ് വന്നു എന്ന് തോന്നുമ്പോഴാണ് രജോ ഗുണ പ്രധാനമായിട്ടും തമോ ഗുണ പ്രധാനമായിട്ടും സത്വഗുണ പ്രധാനമായിട്ടും പല 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 സങ്കല്പങ്ങൾ ഉണ്ടാകാം. ഈ രുദ്രനായാലും ഈശ്വരനായാലും 4 കാലില്ലാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതില് 4 കാല് എന്ന് പറയുന്നത് അത് ആ സമയത്ത് വ്യക്തമായിട്ട് ഞാൻ പറയാം. സൃഷ്ടി ചെയ്തുകൊണ്ട് ബ്രഹ്മാഭാവത്തിലും അങ്ങനെയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നുള്ള 5 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യുന്ന പ്രവൃത്തിയുടെ മുകളിലാണ് അമ്മ ഇരിക്കണമെന്നാണ് അർത്ഥം. പക്ഷെ അതിന് നമ്മൾ സ്ഥൂല രൂപമായിട്ട് വർണ്ണിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് എങ്ങനെയാണ് ആ കട്ടില് എന്ന് പറയാനുണ്ട്. അപ്പൊ അത് രുദ്രൻ എന്ന് പറഞ്ഞാലും ഈശ്വരൻ എന്ന് പറഞ്ഞാലും സദാശിവൻ എന്ന ഒന്നാണെങ്കിലും 3 ഡ്യൂട്ടി ചെയ്യുന്ന ശിവഭാവങ്ങളാണ്. അത് ആ സമയത്ത് പറയാം. ശരി, മനസ്സിലായി. ശരി, എന്നാല് അപ്പൊ മനോജ് നമസ്തേ. ഇന്നത്തെ ഈ ക്ലാസ് ഭംഗിയാക്കി അവതരിപ്പിച്ച ശ്രീ കാലടി മാധവമുനിവ്രത ഭാരതിക്ക് TVSRCയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും സാഷ്ടാംഗം നന്ദി അറിയിച്ചോളൂ. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. സ്തോത്രം രാവിലെ
കേൾക്കാറുണ്ട്. ആ നല്ല മനോഹരമായിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കും ഞാൻ. സന്തോഷം. ഞാൻ ഈ ട്രസ്റ്റിയിലുള്ള ആളാണ്, ജയപ്രകാശ് നീലമന. ആ. വളരെ സന്തോഷം.